കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു മടിയൻ ബിരിയാണിയാണ് കേട്ടോ. നമ്മുടെ ഭീഷ്മപർവൻ സിനിമയിലെ മൈക്കിളപ്പ ഉണ്ടാക്കിയെടുക്കുന്ന പോലത്തെ എല്ലാം കൂടി കുക്കറിൽ ഒരുമിച്ചിട്ട് വേവിച്ച് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മടിയൻ ബിരിയാണി. ചിക്കൻ വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ നല്ല ഈസി ആയിട്ടുള്ള ഈ ബിരിയാണി തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 കപ്പ് ജീരകശാല അരിയാണ്. ഇതിന് പകരം നിങ്ങൾക്ക് കയമ അരിയോ അതല്ലെങ്കിൽ ബസ്മതി അരിയോ എന്താണെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഞാനിന്ന് ഈ ഒരു കപ്പിലാണ്, ഇത് 240 ml അളവിലുള്ള കപ്പാണ്. ഈ കപ്പിലാണ് 4 കപ്പ് അരി എടുത്തിരിക്കുന്നത്. ഏകദേശം 800 ഗ്രാം അരി ഉണ്ടാവും. അപ്പോൾ ഈ അരി ഞാൻ നല്ലപോലെ കഴുകിയിട്ട് വെള്ളമൊഴിച്ച് വെക്കുകയാണ്. ഒരു അരമണിക്കൂർ ഇതേപോലെ വെച്ചിരിക്കുന്നത് നല്ലതാണ്. ആ ഒരു സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ബിരിയാണി മസാല തയ്യാറാക്കിയെടുക്കാം. 1 കിലോഗ്രാം ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ചിക്കൻ നമ്മൾ സാധാരണ ബിരിയാണിക്ക് കട്ട് ചെയ്യുന്ന ഒരു വലുപ്പത്തിൽ തന്നെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. നല്ലപോലെ കഴുകിയെടുത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 3 സവാളയാണ്. ഈ സവാളയൊക്കെ നമ്മൾ അരച്ചിട്ടാണ് ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിത് കട്ട് ചെയ്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് വലുതായിട്ട് തന്നെ കട്ട് ചെയ്താൽ മതി. ഒരു സവാള 6-7 കഷ്ണങ്ങളായി കട്ട് ചെയ്യുക. എന്നിട്ട് മിക്സിയിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 2 തക്കാളിയും കുറച്ച് കട്ട് ചെയ്തതിന് ശേഷം മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 10 പച്ചമുളകാണ്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി. ഇതിപ്പോൾ അത്യാവശ്യം എരിവുണ്ടാവും. അപ്പോൾ 10 എണ്ണം ചേർത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇത് 3ഉം കൂടി ഒന്ന് അരച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മറ്റുള്ള സാധനങ്ങൾ ചേർക്കാം. ആദ്യം തന്നെ ഏകദേശം 2 ടേബിൾ സ്പൂണോളം ഇഞ്ചിയാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വരെ വെളുത്തുള്ളി ചേർക്കാം. 1/2 കപ്പ് വരെ നമ്മുടെ പുതിനയില ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 കപ്പോളം മല്ലിയില ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒരുമിച്ച് ഒന്നുകൂടി അരക്കാം. അപ്പോൾ ഇത് നമ്മുടെ പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ അരച്ച പേസ്റ്റ് നമുക്ക് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. അരക്കുന്ന സമയത്ത് ഇതിൽ ഒട്ടും വെള്ളം ചേർക്കരുത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ തൈര് ചേർക്കാം. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ ചേർത്താൽ മതിയാവും. ഇതിനിപ്പോൾ പുളി കുറവാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ 2 ടീസ്പൂൺ ഗരം മസാല പൊടി, 1 ടേബിൾ സ്പൂൺ വരെ ചെറുനാരങ്ങ നീര്, ഇത്രയും ചേർത്തിട്ട് എല്ലാം കൂടി നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നമ്മൾ ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് 1 മണിക്കൂർ വരെ വെച്ചിരിക്കുകയാണെങ്കിൽ പുറത്ത് തന്നെ വെച്ചാൽ മതി, ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട. 1 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ലതാണ്. പക്ഷേ ഇന്ന് ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. സമയമുണ്ടെങ്കിൽ 1 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ഒന്നുകൂടി നല്ല സോഫ്റ്റായി കിട്ടും. അതുകൊണ്ടാണ്. അപ്പോൾ ഞാനിത് എന്തായാലും ഇപ്പോൾ തന്നെ വേവിക്കാൻ പോവുകയാണ്. നമ്മളിന്ന് പ്രഷർ കുക്കറിലാണ് കേട്ടോ മസാല ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ചൂടാക്കിയ കുക്കറിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ യൂസ് ചെയ്യാം. എണ്ണ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മുടെ ഈ ചിക്കനും മസാലയും ഒക്കെ കൂടി ഒരുമിച്ച് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് സമയം ഒരു 20-30 സെക്കൻഡ്സ് വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഞാനിതിലൊരു 2 ടീസ്പൂൺ വരെ നെയ്യ് ചേർക്കുന്നുണ്ട്. നല്ലൊരു നെയ്യിൻ്റെ ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നെയ്യ് ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പ്രഷർ കുക്കർ ഇവിടെ അടച്ച് വെച്ചിട്ട് വെയിറ്റ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് 2 വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. 2 വിസിൽ മാത്രം മതി കേട്ടോ, കൂടുതലായി കഴിഞ്ഞാൽ ചിക്കൻ വെന്തുടഞ്ഞു പോകും. അതുകൊണ്ട് 2 വിസിൽ വരുന്നത് വരെ മാത്രം നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് ചോറ് റെഡിയാക്കിയെടുക്കാം. ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം, നോൺ സ്റ്റിക്ക് പാത്രമാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഏത് പാത്രമാണെങ്കിലും കുഴപ്പമില്ല. ചൂടായ പാത്രത്തിലേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യും 3 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവനായിട്ട് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാൻ രണ്ടും ഒരേപോലെ മിക്സ് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പട്ട ചേർത്ത് കൊടുക്കാം. ഒരു 4-5 ചെറിയ കഷ്ണം പട്ട, ഒരു 4 ഏലക്കായ്, 7-8 ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3 ബേ ലീവ്സ്, ചെറുതായതുകൊണ്ടാണ് 3 എണ്ണം, വലുതാണെങ്കിൽ 1 എണ്ണം മതിയാവും. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വരെ സവാള അരിഞ്ഞത് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം.
സവാള ചെറുതായിട്ട് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 6 കപ്പ് വെള്ളം ചേർക്കാം. ഞാൻ ഈ വെള്ളം ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്, നല്ലോണം തിളപ്പിച്ചിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ സാധാരണ നമ്മുടെ പച്ചവെള്ളം ചേർത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വെള്ളം ചേർത്തിട്ട് നല്ലപോലെ തിളച്ച് വരാൻ വേണ്ടിയിട്ട് നമുക്കിതിവിടെ അടച്ച് വെക്കാം. നന്നായിട്ട് വെള്ളം വെട്ടി തിളച്ച് വന്നാൽ മാത്രമേ അരി ചേർക്കാവൂ. അത്ര വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച അരിയിൽ വെള്ളം മുഴുവൻ കളഞ്ഞിട്ട് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ വെള്ളം നല്ലപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. ഈ ചോറിലേക്ക് ആവശ്യമായിട്ടുള്ള അത്രയും ഉപ്പും കൂടി ചേർക്കാം. ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിവിടെ അടച്ചു വെക്കാം. എന്നിട്ട് ഒരു പ്രാവശ്യം കൂടി നല്ലപോലെ തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അരി ചേർത്തതിന് ശേഷം വീണ്ടും ഇത് നല്ലപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് തുറന്നിട്ട് ഒരു പ്രാവശ്യം കൂടി ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് വീണ്ടും അടച്ചു വെക്കുക. അതിന് ശേഷം ഇതിൻ്റെ ഫ്ലെയിം നല്ലോണം കുറച്ച് കൊടുക്കുക. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 7-8 മിനിറ്റ് സമയം വേവിച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ടാവും. ലോ ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തിളച്ചതിന് ശേഷം കേട്ടോ, തിളച്ചതിന് ശേഷം ഫ്ലെയിം കുറച്ചിട്ട് ലോ ഫ്ലെയിമിലാക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കുക്കർ ഞാൻ 2 വിസിലിന് ശേഷം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. നല്ലൊരു കളറൊക്കെ കണ്ടില്ലേ. അപ്പോൾ ഇതിലിപ്പോൾ കുറച്ച് വെള്ളമുണ്ട് കേട്ടോ. നമ്മുടെ ചിക്കനും സവാളയിൽ നിന്നൊക്കെ വന്ന കുറച്ചധികം വെള്ളമുണ്ട്. ചിക്കനൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലൊന്നും ചേർക്കാനില്ല, നമ്മളെല്ലാം ഒരുമിച്ച് ചേർത്തിട്ടാണ് വെച്ചത്. വെള്ളം ഞാൻ വറ്റിച്ചെടുക്കുന്നൊന്നുമില്ല. നമ്മൾ ദം ചെയ്യുന്ന സമയത്ത് അത് അടിയിൽ കിടന്ന് വറ്റിക്കോട്ടെ. അപ്പോൾ ഞാനിപ്പോൾ ഏതായാലും വറ്റിച്ചെടുക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ചോറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ചോറ് നല്ലപോലെ റെഡിയായി നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ദം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വലിയ കുക്കറാണ് എടുത്തെങ്കിൽ ആ കുക്കറിൽ തന്നെ ചോറ് മുകളിൽ ഇട്ടാൽ മതി. ഇതിപ്പോൾ ഈ കുക്കറിൽ കൊള്ളില്ല എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. എന്നിട്ട് ഈ മസാലയുടെ മുകളിലേക്ക് നമ്മുടെ ചോറും കൂടി ഇട്ട് കൊടുക്കാം. ആദ്യം മസാല മുഴുവൻ പാത്രത്തിലിട്ടിട്ട് ചോറ് മുഴുവനും അതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കുക. മുകളിൽ കുറച്ച് ഗരം മസാലപ്പൊടിയും മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ സിമ്പിൾ ബിരിയാണിയാണ്. ഇതെല്ലാം ചേർത്തതിന് ശേഷം അടുപ്പത്തേക്ക് വെച്ചിട്ട് നമുക്കൊരു 10-15 മിനിറ്റ് ചെറിയ തീയിലങ്ങ് വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ മസാല ഒന്നുകൂടി അടിയിൽ നിന്നും വറ്റി അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ചോറിലേക്ക് വന്ന് നല്ല ടേസ്റ്റായിട്ട് മാറും. അപ്പോൾ ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ വെച്ചാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾ വലിയ കുക്കർ എടുക്കുകയാണെങ്കിൽ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ കുക്കറിൽ തന്നെ ഈ ചോറിട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചാൽ മതി. വേറെ പണിയൊന്നുമില്ല. ഇതിപ്പോൾ ചെറിയ കുക്കർ ആയതുകൊണ്ടാണ് ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഏതായാലും നമുക്കൊരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അങ്ങനെ 15 മിനിറ്റ് ദം ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ മടിയൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മടിയൻ ബിരിയാണി നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ, സൂപ്പർ ബിരിയാണി തന്നെയാണ്. പിന്നെ എന്തും നമ്മൾ ആ ഒതൻറ്റിക് രീതിയിൽ ഉണ്ടാക്കുന്നതും നമ്മളിങ്ങനെ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്നതും അറിയാലോ, ആ വ്യത്യാസം ഉണ്ടാവും. എങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് ബിരിയാണി ഉണ്ടാക്കി കഴിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ മടിയൻ ബിരിയാണി എങ്ങനെ ഉണ്ടെന്ന് അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്